ഷേക്ക്. അതെനിക്കറിയാം വിജയോ. മത്തായിച്ചിന് ഇത്ര മോശമാണോ? മാറി നിൽക്ക്. വിട്ടിത്തരം കേട്ട് നിൽക്കാൻ സമയമില്ല. ലില്ലിക്കുട്ടി അറിഞ്ഞോ, ഞാൻ പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കുക. ഈ നാട്ടിലെ ന്യായം നടക്കണം. എവിടെ നിന്നാലും വേണ്ടില്ല, ഈ വഴിന്ന് മാറി നിന്നാ മതി. ലില്ലിക്കുട്ടി നമ്മുടെ സ്വന്തം അല്ലയോടാ. എന്നാലും ആള് തന്റെ അതല്ലയോ അവളോട് എനിക്ക് ഇഷ്ടം. പിന്നെ അവള് പറഞ്ഞതും കാര്യമല്ലയോ? അതെ അതെ, വന്നാട്ടെന്ന് നമുക്ക് അവളോട് ചോദിക്കാം. ഇല്ലി, ഈ വീട് നിന്റെ സ്വന്തമാണെന്ന് കരുതി നോക്കിക്കണ്ട് എല്ലാം ചെയ്യണം. മേരിക്കുട്ടിക്കാണെങ്കിൽ അടുക്കളക്കാരി ഒന്നും അറിഞ്ഞുകൂടാ. ഒരു നല്ല അടുക്കളക്കാരിയെ വേണമെന്ന് അവധിയോട് പറഞ്ഞിട്ട് കൊല്ലം ഒന്ന് കഴിഞ്ഞു. കൊള്ളാവുന്ന ഒന്നിനെ കിട്ടണ്ടേ? അതിനെന്തമ്മച്ചി, ഞാൻ എല്ലാം നോക്കിക്കൊള്ളാം. എന്ന് വെച്ച് നീ അടുക്കള ജോലിയൊന്നും ചെയ്യണ്ട. അല്ല, ഇവിടെ അങ്ങനെ വലിയ ജോലിയും ഇല്ല. കാലത്തെ കാപ്പിയും പലാരും, ഉച്ചയ്ക്ക് വല്ല 3-4 കറിയും ചോറും, 4 മണിക്ക് ചായ, അത് നിർബന്ധമാണ്. പിന്നെ അത്താഴം, അത് സന്ധ്യയ്ക്ക് മുമ്പേ വെച്ചാൽ നിനക്കങ്ങ് പോവുകയും ചെയ്യാം, ഞാൻ വിളമ്പി കൊടുത്തോളാം. ഇതെല്ലാം നീ ചെയ്യണമെന്നില്ല, എങ്ങനെ വേണമെന്ന് കാണിച്ചു കൊടുത്താൽ മതി. അവള് നോക്കി പഠിച്ചോളൂ. ആട്ടമ്മച്ചി, കണ്ടോടി, ഇങ്ങനെ വേണം പെമ്പിള്ളാര്. അല്ല നിന്റെ കൂട്ട് പുസ്തകവും പാട്ടുമായിട്ട് നടന്നാ പോരാ. ഇല്ലി, നീ പോയി ഉച്ചക്കത്തെ ഊണ് തയ്യാറാക്കാൻ. ഞാൻ പോയൊന്ന് കുളിക്കട്ടെ. എത്ര നാളായൊന്ന് കുളിച്ചിട്ട്. അതെങ്ങനെ അടുക്കളപ്പണി കഴിഞ്ഞിട്ട് നേരം വേണ്ടേ? ശരി. മേരിക്കുഞ്ഞേ, വേണ്ട വേണ്ട, എന്നെ മേരിയെന്ന് വിളിച്ചാ മതി. അത് ശരിയാണോ? അതാണ് ശരി. നാളെ ഞാൻ നാത്തുനിന്ന് ചേച്ചിന്ന് വിളിക്കേണ്ടതല്ലേ? അയ്യോ മേരി, എനിക്കെല്ലാം അറിയാം. ലില്ലി ഇവിടെ വന്നതിന്റെ കാരണവും അറിയാം. സത്യമായിട്ട് ഞാൻ ഈ വീട്ടിൽ വരേണ്ടവളാണ്, ഭരിക്കേണ്ടവളാണ്, ഇന്നല്ലെങ്കിൽ നാളെ. എന്റെ കർത്താവേ, വല്ലവരും കേട്ടാ പേടിക്കേണ്ട, ഈ രഹസ്യം ഇവിടെ തന്നെ ഇരിക്കും. ഇച്ചായനോട് പറയേണ്ടതൊക്കെ ഇനി എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഭദ്രമായിട്ട് എത്തിക്കാം. എന്റെ മേരി, ലില്ലി, ദൈവം കരുണയുള്ളവന് എത്തേണ്ടടുത്ത് തന്നെ എത്തിക്കും. അയ്യോ, വല്ലവരും കണ്ടാൽ ഇത്ര പേടിയെന്താ? ഇന്ന് ആദ്യമായിട്ടാണ്. അന്നത്തെ നിലയാണോ ഇന്ന്? ഞാനൊരു മാറ്റവും കാണുന്നില്ല. ഞാൻ കാണുന്നുണ്ട്. അതിനെപ്പറ്റി ചോദിക്കാൻ തന്നെയാണ് ഞാൻ കാത്തു നിന്നത്. ലില്ലി എന്റെ വീട്ടിൽ ഇങ്ങനെ വരുന്നത് വായു വയറും ദൈവം തന്നതുകൊണ്ട്. ഇതാണ് എന്നെ വേദനിപ്പിക്കുന്നത്. ലില്ലിക്കും അമ്മച്ചിക്കും കഴിയാൻ ഈ വേഷം കെട്ടണമായിരുന്നു. ഒന്നുമില്ലെങ്കിലും ഞാൻ വിചാരിച്ച ജീവിക്കാനുള്ള വക. അറിയാം, പക്ഷേ എന്തെങ്കിലും ജോലി ചെയ്ത് അതിന് എന്റെ വീട് തന്നെ വേണമായിരുന്നു. ജോണി, ഞാൻ ആ വീട്ടിൽ തന്നെ വന്നത് എന്തിനാന്ന് ഊഹിക്കാൻ വയ്യേ. എന്തിനാ? അകലെ നിന്നെങ്കിലും ജോണിയെ കാണാമല്ലോ, ജോണിയുടെ ശബ്ദം കേൾക്കാമല്ലോ. ലില്ലി, നിന്നെപ്പറ്റി ഓർമ്മിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വേദന അനാവശ്യമാണ്. ജോണി എന്നെ പറ്റി ആലോചിച്ച് വേദനിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു ഭാഗ്യം കെട്ടവളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വരുമോ? ജോണി എന്നെ മറന്നേക്കും. അതാണ് ജോണിയുടെ ഭാവിക്ക് നല്ലത്. ഭാവി? ലില്ലിയെ കൂടാതെ എനിക്ക് ഭാവിയുമില്ല, വർത്തമാനവുമില്ല. അത് മറക്കരുത്. മേലാലെ അമ്മച്ചി ഒന്നിനും വിഷമിക്കണ്ട. എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. അല്ല, അറിയിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എന്നും ഇവിടെ വന്ന് അന്വേഷിച്ചോളാം. ആ ലില്ലിക്കുട്ടി, ശരി, ഇങ്ങനെ ഒറ്റയ്ക്ക് രണ്ടും കെട്ട നേരത്ത് നടക്കുന്നത്. ഞാൻ എവിടെ പോയിരുന്നു എന്ന് അമ്മച്ചിക്ക് അറിയാം. എനിക്കും അറിയാം. എങ്കിൽ പിന്നെ ചോദിച്ചത് എന്തിനാ? അവൾ പോകരുതെന്ന് പറയാം. അധികാരമില്ലാത്തത് പറഞ്ഞാൽ അനുസരിക്കാൻ ആരും കാണില്ല. ലില്ലി പറഞ്ഞോട്ടെ മച്ചി, ലില്ലിക്ക് കാര്യവരെ ഉണ്ടാകുമ്പോഴൊക്കെ മറിച്ച് പറഞ്ഞോളൂന്നേ. അപ്പഴേ തൽക്കാല ആവശ്യത്തിന് ഇത്ര ഇവിടെ ഇവിടെ ഒരു ആവശ്യമില്ല. അറിയാനുള്ളവര് പറയട്ടെ. ഇത് വാങ്ങിച്ചാട്ടോ മച്ചി. അമ്മച്ചി, അത് തുടരുതേ. വാങ്ങണോ മച്ചി? ഇവരില്ലാത്ത കൊച്ചു പറയുന്നത് അത്ര കാര്യമാക്കണ്ട. അമ്മച്ചി അത് വാങ്ങിച്ചാൽ ആ നിമിഷം ഞാൻ ഇവിടുന്ന് പോകും. എന്റെ അപ്പച്ചനാണ് സത്യം. ആളും തരും അറിയാതെ വായിക്കുന്നൊക്കെ പറഞ്ഞാലേ. ആളും തരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇവിടെ ആദ്യം സഹായം ആവശ്യമില്ല. ഈ വാക്കുകൊണ്ട് മറിച്ചും പറയുവേ ഈ ജന്മത്തുണ്ടാവില്ല. വലിയ അഭിമാനിയാ മത്തായിക്കുട്ടി, മറ്റൊന്നും ധരിക്കരുത്. എനിക്ക് വരുമ്പോ എന്റെ ലില്ലിയല്ലയോ. എടാ തൊമ്പി, തൊമ്പി, ഇതിനിടയ്ക്ക് എവനെ അവിടെ എടുത്തിയാടി. ഞാനൊന്ന് ഇറങ്ങിയിട്ട് ഓടി വന്നേക്ക. എന്നാ നിന്റെ അമ്മച്ചി ഇമാതിരിയുള്ളവരെ വിളിച്ചു വരുത്തി സൽക്കരിക്കാൻ തോന്നിയല്ലോ. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്?
അവനൊരു പാവം, നല്ല പാവം. അന്ന് പള്ളിക്കൂടത്തിൽ നിന്ന് നിന്റെ അപ്പച്ചനെ വണ്ടിയെ കയറ്റി കൊണ്ടുവന്നത് അവനാ. അതിനുശേഷം എന്നും വരും, കാര്യങ്ങൾ അന്വേഷിക്കും. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ അയാൾ നല്ലവനല്ല അമ്മച്ചി. നിനക്കെങ്ങനെ അറിയാം? പലരും പറയുന്നത് കേട്ടു. നാട്ടുകാർ 4-3 പറയുന്നതിന് കാര്യമൊന്നും വേണ്ട. അവനൊരു മനുഷ്യപ്പറ്റുള്ളവനാ. ഇവിടെ ഏതായാലും പറ്റി പിടിക്കണ്ട, അല്ലേലും നിനക്കാരെയും പിടിക്കില്ല. നാട്ടുകാരെ പിണക്കരുത് കേട്ടോ മോളെ. പിണക്കേണ്ടവരെ നേരത്തെ പിണക്കുന്നതാ നല്ലത്. ആ അമ്മച്ചി വന്നേ, പ്രാർത്ഥനയ്ക്ക് സമയമായി. അപ്പച്ചൻ തീവണ്ടി ഓഫീസിൽ വരുന്നില്ലേ? ഞാൻ മാത്രമല്ല, നിന്റെ അമ്മച്ചിയും കൂടെ വരുന്നുണ്ട്. എന്നാ മോനെ രൂപ സൂക്ഷിച്ച് ചെലവാക്കണേ. പണത്തിന് വലിയ ഞെരുക്കം, പഴയ കാലമൊന്നുമല്ല. എനിക്കറിയാം അപ്പച്ചൻ. മേരി, ഞാൻ പോയാൽ ഉടനെ എഴുത്തയക്കാം. പാസ്സായാൽ അങ്ങ് പോരണം. അതെന്തിനാടാ? കോളേജ് ചേരാൻ. ഓ, അതൊന്നും വേണ്ട. പെമ്പിള്ളാർ ഒത്തിരി പഠിക്കുന്ന പെശക. അമ്മച്ചി പഴയ കാര്യം പറയുക. അമ്മച്ചി പഠിച്ചില്ല എന്ന് വെച്ച് മോളും പഠിക്കണ്ടെന്ന് പറയരുത്. ഞാൻ പഠിക്കാത്തതുകൊണ്ട് ഒരു കുഴപ്പവും വന്നിട്ടില്ല. വന്നോന്ന് നിന്റെ അപ്പച്ചൻ പറയട്ടെ. എന്താ കുന്തം വിഴുങ്ങിയ പോലെ അങ്ങ് ഇരിക്കുന്നത്? അയ്യോ, പിന്നെ ഞാൻ എന്നാ വേണം? ഞാൻ പഠിക്കാത്തതുകൊണ്ട് വല്ല കുഴപ്പവും വന്നോന്ന് ആർക്ക്? എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്, പറഞ്ഞേക്കാം. പുറപ്പെടാൻ സമയമായി. മേരി, നീ എന്താ വല്ലാതെ നിൽക്കുന്നേ? ഞാനോ? അതിന് ഞാൻ ദൂരെ എങ്ങാനും പോകുന്നു. ആഴ്ച തോറും ഞാൻ എഴുത്തയക്കും. മറുപടി അയക്കണേ. ആ അയക്കാൻ പറയാം. പിന്നെ പറയണേ. പറയാം. ജാനി, കളി പറഞ്ഞു നിൽക്കാനേ, വണ്ടി തെറ്റണേ. ഞാൻ റെഡി. ലില്ലി, ലില്ലി എന്താ ചെയ്യുവാ? ഞാൻ വിളിച്ചത് കേട്ടില്ലേ? ഇല്ല, ഞാൻ തീ കത്തിക്കായിരുന്നു. ഓഹോ, മുഖം ഒന്ന് കാണട്ടെ. അയ്യോ പാവം, ഒരു വാക്കുപോലും പറയാതെ പോയത് കഷ്ടമായിപ്പോയി. കരയാതെ പിന്നെ? ഞാൻ കരയുകയല്ല, എന്റെ കണ്ണിൽ ഏതാണ്ട് വീണു. ശരിയാ, എന്താണെന്ന് ഞാൻ പറയട്ടെ. ഏതാണ്ട് പൊടിയാ. വെറും പൊടിയല്ല, പ്രേമത്തിന്റെ പൊന്നിൻ പൊടി.